പാലക്കാട് തോൽവിയുടെ പേരിൽ ബി.ജെ.പിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ വലിയ പടയൊരുക്കം. കെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിടുകയാണ്. അടിയന്തര കോർ കമ്മിറ്റി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് പി കെ കൃഷ്ണദാസ് പക്ഷവും രംഗത്തെത്തി. പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വി മുരളീധരന്റെ മറുപടി ഇതായിരുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ബി.ജെ.പി മറ്റന്നാൾ അവലോകന യോഗം ചേരും. ശ്രീകാന്ത് ഒരുങ്ങുന്നു. ശ്രീകാന്ത്, പാലക്കാട്ട് ബി.ജെ.പിയെ ഞെട്ടിച്ച തോൽവിയാണ്. തോൽവി എന്ന് പറയുമ്പോൾ അവരുടെ കൈവശം ഇരിക്കുന്ന മുനിസിപ്പാലിറ്റി മേഖലയിലടക്കം വോട്ടുകൾ ഗണ്യമായി ചോരുന്നു. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കടന്നു കയറുന്നു യു.ഡി.എഫും എൽ.ഡി.എഫും, ഒരു പരിധിവരെ എൽ.ഡി.എഫും. ഏത് രീതിയിലുള്ള പടയൊരുക്കം, ഏത് രീതിയിലുള്ള അതൃപ്തിയാണ് പാർട്ടിക്കുള്ളിലുള്ളത്? ആ അതൃപ്തി എങ്ങനെയാണ് കെ സുരേന്ദ്രനെതിരായ നീക്കങ്ങളാവുന്നത്? ശ്രീകാന്ത്. ഹഷ്മി, തെരഞ്ഞെടുപ്പിൽ പൊട്ടിയത് പാലക്കാടാണെങ്കിലും പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത് ബി.ജെ.പി സംസ്ഥാന ഘടകത്തിലാണ്. അതായത് കെ സുരേന്ദ്രൻ ഒറ്റപ്പെടുന്നു. കെ സുരേന്ദ്രനെതിരെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ വലിയ പടപ്പുറപ്പാടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരം. വി മുരളീധരൻ തൻ്റെ വിശ്വസ്തൻ കൂടിയായ കെ സുരേന്ദ്രനെ കൈവിട്ട് കഴിഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അത് സംസ്ഥാന ബി.ജെ.പി രാഷ്ട്രീയത്തിൽ ഏറെ പ്രസക്തമായ കാര്യമാണ്. കാരണം വി മുരളീധര പക്ഷം എന്ന പേരിൽ തന്നെയാണ് കെ സുരേന്ദ്രനും സംഘവും അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പക്ഷേ ഇപ്പോൾ വി മുരളീധരൻ തന്നെ തൻ്റെ വിശ്വസ്തനെ കൈവിടുന്നു എന്നുള്ളതാണ് വാർത്ത. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇരുവരും ശീത സമരത്തിലായിരുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതൊരു കിംവദന്തി മാത്രമായി അന്ന് തള്ളിക്കളഞ്ഞതുമാണ്. പക്ഷേ പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇരുവരും പിന്നീട് മിണ്ടാതായി എന്ന തരത്തിൽ വരെ വാർത്തകൾ വന്നു. അതിപ്പോൾ ശരിവെക്കുന്ന തരത്തിലാണ് വി മുരളീധരന്റെ പ്രതികരണം വന്നത്. അദ്ദേഹത്തോട് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടാണ്. തനിക്കിതിൽ ഒരു റോളുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. അതിനർത്ഥം ഈ തോൽവിക്ക് പൂർണ്ണ ഉത്തരവാദി കെ സുരേന്ദ്രനാണ്, സംസ്ഥാന നേതൃത്വം മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ എങ്ങും തന്നെ അത്ര കണ്ട് സജീവമായിരുന്നില്ല. ഒരു മുൻ കേന്ദ്രമന്ത്രിയും സംസ്ഥാനത്തെ പ്രബലനായ നേതാവും എങ്ങനെയാണോ സജീവമാകേണ്ടത് ആ രീതിയിൽ വി മുരളീധരൻ സജീവമായിരുന്നില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത്. നിലവിലിപ്പോൾ ഈ തോൽവിക്ക് പിന്നാലെ പി കെ കൃഷ്ണദാസ് വിഭാഗം കോർ കമ്മിറ്റി അടിയന്തരമായി ചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴതിൽ തീരുമാനം വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച ബി.ജെ.പിയുടെ ഈ ഉപതെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടി അവരുടെ കോർ കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ എന്തായാലും അതിരൂക്ഷമായ വിമർശനം സംസ്ഥാന ഘടകത്തിനെതിരെ ഉണ്ടാകും, കെ സുരേന്ദ്രനെതിരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം കെ സുരേന്ദ്രൻ പാലക്കാട് ക്യാമ്പ് ചെയ്ത് നയിച്ച തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ബി.ജെ.പി ദയനീയമായി തോറ്റു എന്നുള്ളതാണ് കെ സുരേന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ഒരു കാര്യം കൂടി ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാകുന്നത് വി മുരളീധരൻ അദ്ദേഹത്തെ കൈവിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് വി മുരളീധരൻ പൂർണ്ണമായും കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിയുകയാണ്. ബി.ജെ.പി രാഷ്ട്രീയത്തിലെ വലിയ ഡെവലപ്മെന്റ് തന്നെയാണ് അത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട.